ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എനർജി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് ഞങ്ങള് തൃശ്ശൂർ വരെയും പോവാ. ഞാൻ ഈ വഴി പോണില്ലെങ്കിലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. പിന്നെ പക്ഷെ അവിടെ ഒരു കാര്യം മറന്നു. കാപ്പി കഴിഞ്ഞ് ഇറങ്ങുവാ. അതെ. ഈ കയറാൻ പോണ പാലം ഏതാണെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? ചാലക്കുടി ഇവിടം വരെ ഞങ്ങളെ കാണാനായിട്ട് വന്നു. ഒരുപാട് നേരം സംസാരിച്ചു. ഫാസ്ടാഗ് ഉള്ളി എന്നുള്ളിടത്ത് അത് മാത്രമായിരിക്കും അല്ലേ? നമ്മളെ ആമ്പല്ലൂർ ടോളിലാണ് നിൽക്കുന്നത് കേട്ടോ. മാതാവിന് പ്രിയപ്പെട്ട ഒരു മകളായിരുന്നു. ശരിക്കും കുട്ടികൾക്കും പ്രിയപ്പെട്ട ഭാര്യയും അമ്മയുമായിരുന്നു. സഹോദരിമാർക്ക് പ്രിയപ്പെട്ട സഹോദരിയായിരുന്നു. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. ജപ്പാനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് വയറിനൊരു അസ്വസ്ഥത വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുമോ. വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. പിന്നെ എന്നാ എന്ത് വന്നാലും നമ്മൾ തരണം ചെയ്യാതെ പറ്റൂല. ചിരിച്ചിരിക്കണ രാവിലെയുള്ള യാത്ര ഇനി തിരിച്ചു വരുമ്പോഴത്തേക്കും നല്ല ചൂടും ഒക്കെ ആയിരിക്കും. ക്ഷീണിതയാവും. രാവിലെ ഇറങ്ങിയത് കൊണ്ടേ ഉണർവ ഒരു 4 മണി വരെ നല്ല ഉണർവ. പിന്നെ ഒക്കെ ക്ഷീണാവും. പിന്നെ എപ്പോഴും വണ്ടി ഒരുപോലെ ആയിരിക്കുമല്ലോ എനർജിയെ. ഇന്നാള് ഏതോ ഒരു വീഡിയോയില് ഈ 1-2 ദിവസം മുമ്പുള്ള വീഡിയോ ആട്ടോ. ഇന്നിപ്പോ 21-ാം തീയതി സാറ്റർഡേ അല്ലേ ആണ്. ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എനർജി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ശരിയാണ്, എനിക്ക് സന്തോഷമാണ്. രാവിലെ മുതൽ ഞാൻ പറഞ്ഞില്ല വൈകുന്നേരം വരെയൊക്കെ നല്ല ഉണർവാ. പിന്നെ അത് കഴിയുമ്പോ പ്രായത്തിന്റെ ഇതൊക്കെ ഇല്ലേ നമുക്ക്. അത് കാരണം അങ്ങനെ ക്ഷീണിതയാവും. അപ്പൊ വൈകുന്നേരം എടുക്കുന്ന വീഡിയോയിലാട്ടോ ചിലപ്പോൾ ഇച്ചിരി ഡള്ളായിട്ടും ക്ഷീണിതയായിട്ടും ഒക്കെ കാണുന്നത്. പിന്നെ കോൾഡായിട്ടൊക്കെ ഇരുന്നപ്പോ വീഡിയോ എടുക്കലുണ്ടായിരുന്നു. അന്നേരം ഒക്കെ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. പിന്നെ ഞങ്ങള് തൃശ്ശൂർ വരെയും പോവാ. അതായത് ഇവിടുത്തെ ഒരു ചേച്ചിയുടെ മോളുടെ ഒരു മരിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ആണ്ടാണ്. അപ്പോൾ അതിന് സംബന്ധിക്കാനായിട്ട് നമ്മൾ പോവാണ്. തൃശ്ശൂർ പള്ളിയുടെ പേര് ഞാൻ മറന്നു പോയി. ലൂർദ് പള്ളിയിലേക്കാണ് പോണത്. അവിടെ പള്ളിയിൽ വെച്ച് ഞാൻ ചടങ്ങ്. അത് കഴിഞ്ഞ് അകാലത്തിൽ തിരിച്ചു പോയത്. ഒരു വർഷമായി, പെട്ടെന്നായി പോയത്. ഒരു വർഷമായതേ. അപ്പോൾ അതിന് ഞങ്ങൾ പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. രാവിലെ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പതിവ് അങ്കമാലി നെടുമ്പാശ്ശേരി ഭാഗത്ത് ചെന്നൊരു ശരവണ ഭവനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാട്ടോ പോണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നേരത്തെ കഴിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്കും വയറ് എംറ്റി ആവും. കൊച്ചേ ടാറ്റയുടെ ലെക്സോൺ ഇവിടെ അപ്പോൾ കൊടുത്തത്. ലെക്സോൺ അല്ല, ലെക്സോൺ സർവീസിന് കൊടുത്ത സെന്റർ. അപ്പൊ ഇന്നത്തെ യാത്ര തൃശ്ശൂർക്കാണ്. അപ്പൊ ഇങ്ങനെ യാത്ര തിരിച്ചേക്കുവാണല്ലേ. അപ്പൊ നമ്മള് കരിങ്ങാസിന് കഴിഞ്ഞ് കാക്കനാട്ടിലെ ഇരുമ്പന പാസ് ചെയ്ത് പോവാട്ടോ. അപ്പൊ എങ്ങനെയൊക്കെയാണ് പരിപാടികൾ. സമയം 8 മണിക്ക് നമ്മൾ ഇറങ്ങി. 8:35 അല്ലേ? ഞാനും വാച്ചെടുത്ത് കെട്ടിയിരുന്നു. വാച്ചൊക്കെ നടക്കണില്ലേ? പിന്നെ ഈ ബാറ്ററി മാറ്റിക്കൊണ്ട് വന്നില്ലേ. ഫ്ലോറലിൽ എപ്പോഴും കുറച്ച് ബ്രൈറ്റ് കളേഴ്സാ നല്ലത്. അതെ, ഡ്രൈ നല്ലത്. അല്ല, ഡ്രൈ അല്ല, ഡീപ്പാ. ആലുവ പാലം, 2 പാലം ഉണ്ടല്ലോ. ഒരെണ്ണം പഴയതാന്ന് തോന്നുന്നില്ലേ? അല്ല, പഴയതല്ല. ഒന്ന് അങ്ങോട്ട് പോകാനും ഒന്ന് ഇങ്ങോട്ട് അല്ല, ഒന്ന് പഴയതാണോ? മാർത്താണ്ഡവർമ്മ പാലം. പണ്ട് ഒരു പാലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 2 പാലായി. എന്നാലും ഗതാഗതക്കുരുക്കും. വൈകുന്നേരവും കാലത്തും ഗതാഗതക്കുരുക്കും. അമ്മേനെ ഡെയിലി ഈ വഴിയാണോ പോണത്? അല്ല, പറഞ്ഞ ഇഷ്ടം പോലെ അറിയാം. ഞാൻ ഈ വഴി പോണില്ലെങ്കിലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. പിന്നെ അത് കൂടാതെ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ബ്ലോക്കിൽ ഇവിടെ കിടന്നിട്ടുണ്ട്. 1 കറുകുറ്റിക്ക് പോകുമ്പോ ഈ റൂട്ട് പോകും. 2 നെടുമ്പാശ്ശേരിക്ക് പോകുമ്പോ വലിപ്പറമ്പില ആന്റിമാരുടെ വിസിറ്റിന് പോകുമ്പോ, 3 മഞ്ജുചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോ, 4 ഇരിങ്ങാലക്കുട പോകുമ്പോ, ഇതിലെല്ലാം പോകുമ്പോ നമ്മള് ഈ വൈകുന്നേര സമയത്താണെങ്കിൽ കുരുക്കി കിടക്കും. അപ്പൊ നമ്മളിത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മ ഡെയിലി ഇതിലെ പോകണ്ടോന്ന് ചോദിച്ചതിന് മറുപടി ആട്ടെ. ഇതാണ് ഞാനങ്ങനെ ഒബ്സർവ് ചെയ്യും പോകുമ്പോ. നിനക്കറിയാലോ അതിനെപ്പറ്റി എന്റെ ഒബ്സർവേഷൻ. വലിയപ്പം മേടിക്കുന്ന ചിപ്സ് കട ഇതിലെ പോകുമ്പോ സ്ഥിരം കയറണം. കേരള ചിപ്സ്. എവിടെ? അതെ, അങ്ങോട്ട് വന്നോളൂ. ഇത് വലിയപ്പം മേടിക്കുന്ന ചിപ്സ് അല്ലേ? അവിടെ ചിപ്സ്, ഹോട്ട് ചിപ്സ്. അവിടെ കേരള ചിപ്സിലെ വലിയപ്പം കയറുള്ളൂ. അതെ, കേരള ചിപ്സ് ആണോ? കേരള ചിപ്സ് സെന്റർ.
തൃശ്ശൂർക്ക് ഇനി 58 കിലോമീറ്റർ. അതിന്റെ ഇടയ്ക്ക് കോഫി കുടിക്കാനും ഉണ്ട്. കുടിക്കേണ്ട സമയമായോ? വയറ് വിളിച്ചു തുടങ്ങിയോ? വയറ് വിളിച്ചില്ല, പക്ഷെ 9 ആയി. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതെ, കോഫി കുടിക്കുക അല്ലേ? കോഫി മാത്രല്ല കഴിക്കാനും അങ്ങോട്ട് ഇരിക്കുക. അമ്മയ്ക്ക് സന്തോഷായി. ഭക്ഷണം കഴിക്കണ്ടല്ലോ, അത് പറ്റില്ല. വയറ് വിളിക്കുന്നതിന് മുമ്പ് എത്തി. അത് ഒന്നോടെ എടുക്കണം കേട്ടോ, മറ്റേ വണ്ടിയിലേക്ക് മുട്ടും. വരണില്ല, തണുപ്പത്തൊന്നും ഇറങ്ങി. നല്ല തണുപ്പ്. നമ്മള് കേറിയപ്പോഴും പുറത്ത് തണുപ്പായിരുന്നില്ലേ? അതാ രാവിലെ അല്ലേ. എന്റെ ഡ്രസ്സ് ഉണ്ടോ? ഞാൻ നോക്കിയത് നല്ലതാ, വൈറ്റാ. പള്ളിയിലേക്കല്ലേ? ഞാൻ ലൈറ്റ് ഷെയ്ഡാ, വൈറ്റൊന്നും അല്ലാട്ടോ. ഞാൻ പോകാം, അപ്പയോട് ചോദിക്കാം. അപ്പയ്ക്ക് പൂരി മസാല. പൂരി മസാലയാണോ അപ്പൊ കഴിക്കുന്നത്? മതിയെന്ന് പറഞ്ഞു. അപ്പം രാവിലെ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെയാണ് കഴിക്കാറ്. ഞാൻ നെയ് റോസ്റ്റാണ്. വേഗം അങ്ങ് പോകാം, വെയിൽ. വടയുണ്ടോ? വേണമെങ്കിൽ എടുത്തോ. വട എനിക്ക് വേണമെന്നില്ല. വട വേണ്ട, രാവിലെ വേണം. ദോശ മതി. കിനിരൂപ വടയാണോ? നല്ല സോഫ്റ്റാണ്. കഴിക്കണില്ലെങ്കിൽ ഞാൻ കഴിക്കാം. അമ്മയ്ക്ക് നെയ് റോസ്റ്റ് വന്നല്ലോ. നിന്റെ പ്ലെയിൻ ദോശ താമസം. നല്ല നെയ് റോസ്റ്റാണ്. ഭാഗം ചമ്മന്തികൾ നല്ലതായിരുന്നു. എങ്ങനെയുണ്ട്? നല്ലതാണ്. ഇവിടുത്തെ ഫുഡ് നമ്മൾ കഴിക്കാറുള്ളതല്ലേ സാധാരണ. മാറ്റിയിട്ടുണ്ടോ നോബം? അപ്പൊ ഇന്ന് കൂടിയ പേനയാണല്ലോ എടുത്തേക്കണേ. ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുമ്പോൾ ലോക്കൽ അല്ലായിരുന്നു. മറ്റേത് എടുത്തില്ലല്ലോ, ഹൈറ്റ് സൈൻ. അതെന്താ എടുക്കാത്ത? ഇതിൻ്റെ ഒരു പരിവാണ്. ഈ മഷിയൊന്നും എഴുതി തീർന്നില്ലെങ്കിലേ പിന്നെ അത്. പക്ഷേ നമ്മുടെ ഒരു കാര്യം മറന്നു, സ്മാർട്ട് വാച്ച്. അത് അപ്പം മറന്നതായിരിക്കില്ല, അപ്പം മനഃപൂർവ്വം കേട്ടാത്തതാ. എനിക്ക് ദോശ വന്നോ? ദോശ വെച്ചോ, ദോശ വെച്ചോ. 2 ദോശ, വട. നല്ല ദോശയാ. അതാ ഞാൻ അപ്പയ്ക്ക് വേണോന്ന് ചോദിച്ചേ. ഞാൻ 2 ഫോണിൽ സെൽഫി എടുക്കാൻ നോക്കുന്നതാണ് കേട്ടോ. ആദ്യത്തെ എൻ്റെ ഐഫോണാണ്. ഐഫോണിൽ ഇത്തിരി വൈഡർ ആംഗിളിൽ കിട്ടുന്നുണ്ട്. രണ്ടാമത്തേത് എൻ്റെ സാധാരണ ഫോണാണ്. രണ്ടിലും പക്ഷേ പിക്ചർ ക്വാളിറ്റി നല്ലതാണ് കേട്ടോ. എനിക്ക് 2ൻ്റെ പിക്ചർ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. അതെ അതെ അതെ, സ്പീഡിലാ പോണേ. തൃശ്ശൂർ വരെ എത്താനുള്ളതുകൊണ്ടാട്ടോ. കാപ്പി കഴിഞ്ഞപ്പോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇടയ്ക്ക് വേറെ കയറാൻ സ്പേസ് ഇല്ല. ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. അതെ. നമ്മളങ്ങനെ ശരവണ ഭവനിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തിരിക്കുകയാണ്.
പോവാണ് അല്ലേ? അതെ, ഞാൻ ഇന്ന് എടുത്ത ലിപ്സ്റ്റിക് ഷെയ്ഡ് മാറിപ്പോയി. ഞാൻ വേറെ ഒരെണ്ണം ഉദ്ദേശിച്ചത്, പക്ഷെ ഈ കളറായി പോയി. പോവാണ്. ഇനിയുണ്ട് ദൂരം, 52 കിലോമീറ്റർ എന്തോ ഉണ്ട് കേട്ടോ. ഈ കയറാൻ പോണ പാല ഏതാണെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? ചാലക്കുടിയാന്ന് തോന്നുന്നു അല്ലേ? ആ, ചാലക്കുടി ബൈപ്പാസ്. നമ്മളിപ്പോ ചാലക്കുടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഭാഗത്തുള്ളവർ ആ, നമ്മള് ശരവണ കയറിയപ്പോ ഞങ്ങള് ഫ്രണ്ടിലേക്ക് പോയി. അപ്പൊ കാറ് റെഡിയാക്കിട്ട് വരാന്ന് പറഞ്ഞ് അവിടെ നിന്നപ്പോഴത്തേക്കും 2 ലേഡീസ് ഇളവൂരുള്ളവരാണ്. അപ്പയുടെ കണ്ട് പരിചയം മനസ്സിലായി. വേഗം ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ആ ഹോളിലായിരുന്നു, അവിടെ വരെ ഞങ്ങളെ കാണാനായിട്ട് വന്നു. ഒരുപാട് നേരം സംസാരിച്ചു, നേരിൽ കണ്ടതിൽ സന്തോഷമെന്ന് പറഞ്ഞു. ഒരു ലേഡിയുടെ പേര് ശകുന്തള, ഒരാളുടെ പേര് അനുപമ. ഞാനത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, കാറിൽ കയറി അവര് നമ്മളെ കണ്ടപ്പനെ കണ്ട് ഇറങ്ങി വന്ന് സംസാരിച്ചിട്ട് നമ്മളെ കാണാനായിട്ട് മെസ്സ് കഴിക്കാനുള്ള ഹോളിൽ വരെ അവര് വന്നു. അവർക്ക് അത്രയ്ക്ക് ത്രില്ലായിരുന്ന വളരെ നല്ല പിള്ളേർ കേട്ടോ, ലേഡീസ്. പിള്ളേരെന്ന് പറയാൻ പറ്റില്ല, ലേഡീസ്. അപ്പൊ വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. നമ്മളോട് വെളാമീനെ പറ്റിയൊക്കെ വെളാമീനെ പറ്റി ചോദിച്ചു. അത് എങ്ങനെയായത് അപ്പൊ പറഞ്ഞു, ഞങ്ങൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു കണ്ടതില്. അപ്പൊ അവരുടെ പേര് മെൻഷൻ ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ, അത്രയ്ക്ക് കാറിൽ കയറി ഇരുന്നവരാണെങ്കിൽ നമ്മൾ ഓർക്കോ പോണവരല്ലോ ഒരിക്കലും പോട്ടേന്ന്. അപ്പൊ അവര് കാണാനായിട്ട്, ഞങ്ങളെ കാണാൻ അകത്തും കൂടെ കയറി വന്നു എന്ന് പറഞ്ഞപ്പോ ഒരു പ്രത്യേക സന്തോഷം തോന്നിയെന്ന് പറഞ്ഞ. ഇങ്ങനെ ഇഷ്ടം പോലെ ട്രാവലിങ്ങില് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാനിപ്പോ ചിലരുടെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഓക്കെ, ഇനി അമ്മ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. സ്ഥലം ഓരോന്ന് പുതുമയുള്ളത് കാണാനായിട്ട്. മനസ്സിലാക്കണോ? കാരണം ഈ ഭാഗത്തേക്ക് മനസ്സിലാക്കാൻ അമ്മയ്ക്ക് അധികം സാഹചര്യം കിട്ടാറില്ല. വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ, വളരെ കുറവാണ്. അങ്കമാലി വരെയാണ് അമ്മയ്ക്ക് മനസ്സിലാക്കലുള്ളൂ. ആ, കറുകുറ്റി വരെ അമ്മയ്ക്ക് നല്ല മനസ്സിലാക്കലുണ്ട്. പക്ഷെ അങ്ങോട്ടില്ല, കൊരക്കാണ് എന്റെ പോയിന്റ്. അപ്പുറത്തേക്ക് പിന്നെ മനസ്സിലാക്കലുകൾ കുറവാ. അപ്പൊ പോണ വഴി മാക്സിമം മനസ്സിലാക്കി വെക്കുക, ഏതാണ് എന്റെ രീതി. അപ്പൊ പിന്നെ വരുമ്പോഴാണ് മെമ്മറിയിൽ നോക്കുക. ഇങ്ങോട്ട് അധികം യാത്ര ഇല്ലാത്തോണ്ടേ മനസ്സിലാക്കൽ കുറവാണ്. അപ്പയ്ക്ക് ചെറിയൊരു പുഞ്ചിരി ഉണ്ട്, ഒരു ചെറു പുഞ്ചിരി. ടൈമിൽ എത്തണം. സമയം 10:30 ആയേ ഉള്ളൂ. ഫാസ്ടാഗ് ആക്ടിവേഷൻ ഉണ്ട് കേട്ടോ എല്ലായിടത്തും. നമുക്ക് ഓൾറെഡി ഉണ്ട്. ക്ഷീണം അലട്ടുന്നുണ്ടോ? ആ, തിരിച്ചു വരുമ്പോ ക്ഷീണം. തിരിച്ചു വരുമ്പോ ഞാനായിരിക്കും ഓടിക്കുക. പിന്നെ ഹൈവേ ആണ്, 5th ഗിയറിൽ ഇട്ടങ്ങ് പോയാൽ മതി. പിന്നെ ഇടയ്ക്ക് ചിലപ്പോ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. കൂടുതലും 5th-ലായിരിക്കും നമ്മൾ പോകുന്നത്. ഇനി തിരിച്ചു വരുമ്പോ നമുക്ക് കേറ്റാൻ കുറെ മൈലേജ്, കാരണം ഗിയർ ചേഞ്ചിങ് അധികം ഇല്ല. ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. എവിടെ ഇന്ത്യൻ കോഫി കണ്ടു കഴിഞ്ഞാലും എത്ര ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും അവിടെ കാണുമ്പോ ഒന്ന് കയറാൻ തോന്നും. എനിക്ക് എപ്പോഴും അവിടുത്തെ കാപ്പി കുടിക്കാൻ ഇഷ്ടം. കാപ്പി മാത്രല്ല, കട്ട്ലറ്റ് കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടപ്പോ ആരോ പറഞ്ഞു അവിടുത്തെ മട്ടൻ കട്ട്ലറ്റ് നല്ലതാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പല സ്ഥലത്തും ചോദിച്ചിട്ട് മട്ടൻ കട്ട്ലറ്റ് കിട്ടിയിട്ടില്ല. ആ, അതെ 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 അതെ, എല്ലായിടത്തും ഉണ്ടാവാറില്ല. മട്ടൻ ശരിക്കും ചേർക്കും, മറ്റേത് മട്ടൻ കട്ട്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെജ് കട്ട്ലറ്റ് നല്ല രസമാണ് അവിടെ കഴിക്കാൻ. എനിക്കിഷ്ടം അവരുടെ ആ സാലഡും അതുപോലെ ആ ബീട്രൂട്ട് സോസും. പണ്ട് ക്യാരറ്റ് സോസ് വരുമായിരുന്നു, ഇപ്പൊ ബീട്രൂട്ട് സോസാ കൂടുതലും തരുന്നത്. അത് തന്നെ രസമാണ് കഴിക്കാൻ, അതൊരു ഫീലാ. ആ ഒരു ടേസ്റ്റ് വേറെ എവിടെയും. അതാണ് ചിലപ്പോൾ അവരുടെ യുണീക്നെസ് ആയിരിക്കും കേട്ടോ അത്. എനിക്കിഷ്ടം. ഇന്ത്യൻ കോഫി ഇഷ്ടമുള്ളവർ, നൊസ്റ്റാൾജിയ ആയിട്ട് കരുതുന്നവർ കൈവക്കും കേട്ടോ. തിരുവനന്തപുരം ഇന്ത്യൻ കോഫി. ആ, അതെ അതെ അതെ, ആ സ്റ്റേഷനിൽ തന്നെയാ അത്. ലാറി ബേക്കർ ഡിസൈൻ ചെയ്ത
സിമ്പിളായിട്ട് പോണത്. അതെ 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 അതെ. സ്പേസ് ഇല്ലാഞ്ഞിട്ട് പുള്ളി ചെയ്ത് കൊടുത്തതാ. ഓ അത് ശരി. പക്ഷെ അത്രയും സ്പേസിൽ എത്ര സീറ്റാ ആ ഒരുപാടുണ്ട്. പക്ഷെ അതിങ്ങനെ കയറ്റം കയറി പോണ പോലെയാ നമ്മള്. ഇതാണ്. പക്ഷെ ആ കയറ്റം കയറി പോകുന്ന ആ ഇതിന് എത്ര സീറ്റ് ഉൾക്കൊള്ളിച്ചാകെ ഒരു സർക്കിൾ മാത്രമേ ഉള്ളൂ. ഹൈവേ ആയതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ബ്ലോക്ക് ഒന്നുമില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ്, അങ്ങനെ ഒരു ഗുണമുണ്ട്. എറണാകുളം പോണ പോലെ അല്ലല്ലോ. എറണാകുളത്തേക്ക് ഇപ്പൊ പോവാൻ വയ്യ, ക്ലച്ച് ഔട്ടി 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 ഒരു പരുവോ. അപ്പൊ അതാണ് സംഭവം. ഏതാണോ ഈ പള്ളിയിലെ? ഇത് പുതുക്കാടാണ് കേട്ടോ. സെയിന്റ് ആന്റണീസ് ഫൊറൈൻ ചർച്ചാണ്. ഇത് പുതുക്കാടാണ് കേട്ടോ. പുതുക്കാട് നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രത്യേക അന്വേഷണങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ തൃശ്ശൂരേക്ക് പോവാണ്. ഇവിടെ സിഗ്നൽ കിടക്കുവാട്ടോ. അതെ അതെ അതെ. ചർച്ചിന്റെ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്, അവിടെ കിടക്കുവാണ് തൽക്കാലം. മുടി പോലും ഉണങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി എത്ര മണിക്കാ? 10 മണിക്കാ കുളിച്ചത്. അപ്പൊ അതുകൊണ്ട് മുടി ഒട്ടും ഉണങ്ങിയിട്ടില്ല, ഒട്ടി പിടിച്ചിരിക്കുക. ക്രിസ്മസിന്റെ ഒരു ടൈമിലാട്ടോ നമ്മൾ ഈ യാത്ര. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ക്രിസ്മസ് മാലയൊക്കെ ഇട്ടേക്കണേ, 21 സ്റ്റാർ മാല. പക്ഷെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ കഴിഞ്ഞിട്ടുണ്ടാവും. അതെ, അതുകൊണ്ട് ഞാൻ സ്റ്റാർ മാല ഇട്ടതാണ് കേട്ടോ. ഒരു ക്രിസ്മസ് വൈബുള്ള ഒരു ഡ്രസ്സുമാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ലൈറ്റ് ഷെയ്ഡായി പോയി മാല. ആ ലൈറ്റാ. പക്ഷെ ഈ സ്റ്റാർ കണ്ടപ്പോൾ ഞാൻ അതുകൊണ്ട് ഇട്ടതാ. കാരണം സ്റ്റാർ ക്രിസ്മസിന്റെ ഒരു ടൈമല്ലേ, അതുകൊണ്ട് സ്റ്റാർ മാല കണ്ടപ്പോൾ അതങ്ങ് ഇട്ടുന്നുള്ളൂ. ശരിക്കും റെഡ് മാലയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ റെഡ് മാല ഈ സ്റ്റാറിന്റെ ഷേപ്പിലുള്ളത് കിട്ടിയില്ല, അതുകൊണ്ടാ. കമ്മല് കണ്ടോ? പ്ലമ്മ, വലിയ ബലൂൺ കണ്ടോ? നല്ല രസമല്ലേ? ക്രിസ്മസ് ആയതുകൊണ്ടാ പിള്ളേരെ ആകർഷിക്കാൻ. സ്കൂട്ടറിൽ നമ്മള് മേടിച്ച് പണ്ട് കൊണ്ടുപോകാൻ. അതെ അതെ അതെ. ഈ ബലൂൺ എന്ത് വലുതല്ലേ? അപ്പച്ചനൊക്കെ അത് ഫാസ്റ്റാഗ് അല്ലേ കാണുന്ന? ഫാസ്റ്റാഗിന്റെ. എന്നിട്ട് അപ്പച്ചനത് എടുക്കൂന്നും പറഞ്ഞ് ജനലയിൽ കെട്ടിപ്പോ. ആ ശരിയാ ശരിയാ. ആ ചേട്ടൻ എല്ലാ കാറിന്റെ മുന്നിലും വന്നിട്ടുണ്ട്. പിള്ളേരുണ്ടോന്ന് അറിയാനാ. പിള്ളേരുണ്ടെങ്കിൽ ഉറപ്പായിട്ടത് മേടിപ്പിക്കൂലോ. കണ്ടോ എന്തു ഭീമനാന്ന് നോക്കിയല്ലേ? മേടിച്ചു കഴിഞ്ഞവര്. മേടിച്ചോ? മേടിച്ചു. പക്ഷെ നമ്മള് മേടിച്ച അങ്ങനെ വീർപ്പിക്കൂലേ? അതാ നീ വീർപ്പിക്കുന്ന ഒരു സാധനം. ആ അതുണ്ട്, ബലൂൺ വീർപ്പിക്കും. പക്ഷെ റിങ്കുവിന് വളരെ ഈസി വളരെ ഈസിയാണ് ബലൂൺ വീർപ്പിക്കാൻ പറ്റും. പണ്ട് അപ്പാടാ ഇതിന്. എനിക്ക് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. എനിക്കും വലിയ പാടാണ്. ആ ലൈനിലെല്ലാം ഫാസ്റ്റാഗ് കേട്ടോ. ഇതെല്ലാത്തിലും പോവത് ഫാസ്റ്റാഗ് ഓൺലി. ആ ചിലയിടത്ത് എഴുതിയിട്ടുണ്ട് ഫാസ്റ്റാഗ് ആൻഡ് ക്യാഷ്. ആ ചില ഫാസ്റ്റാഗ് ഉള്ളി എന്നുള്ളിടത്ത് അത് മാത്രമായിരിക്കും അല്ലേ? ഇവിടെ ഇരുന്ന് അതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അതാ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ ആമ്പല്ലൂർ ടോളിലാണ് നിക്കുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ ഫാസ്റ്റാഗ് ഉള്ളിയിലല്ല പോണം. അത് സാരമില്ല, നമുക്ക് ഇതിൽ പോയാലും മതി. അറിയില്ല ഫാസ്റ്റാഗ് നോ ക്യാഷ്. ഇത് എല്ലാ കൗണ്ടറിലും ഫാസ്റ്റാഗ് എടുക്കും, ചിലയിടത്ത് ക്യാഷും എടുക്കുമായിരിക്കും. ചിലയിടത്ത് എടുക്കാത്തടത്താണോ ഉള്ളി അല്ലേ? അതറിയില്ല. ഫാസ്റ്റാഗ് ഓൺലിന്ന് ചിലയിടത്തുണ്ട്, അവിടെ ചിലപ്പോ ക്യാഷ് എടുക്കില്ലായിരിക്കാം. സ്ഥിരം പോകുന്നവർക്ക് അതറിയാൻ പറ്റും. ഇപ്പൊ നമ്മള് പോണടത്ത് എന്തായാലും ഫാസ്റ്റാഗ് ഉള്ള സ്ഥലമാണ്. ഇനി 9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷെ അത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു തോന്നലില്ല അല്ലേ? രാവിലെ ആയിട്ടാടി. രാവിലെ ശരിക്കും 11 മണിയായി കേട്ടോ. ചൂടായില്ലേ? തിരിച്ചു വരുമ്പോ നല്ല ചൂടായി. നല്ല ചൂടായിരിക്കും. ആ തളിര് നല്ല രസമല്ലേ? നമ്മള് കാളത്തോട് എന്ന സ്ഥലം കഴിഞ്ഞു കേട്ടോ. കാളത്തോട്. ഈ ഭാഗത്ത് ആരെങ്കിലും നമ്മുടെ ഉള്ളവര് ചാനല് കാണുന്നുണ്ടെങ്കിൽ പറയണേ. കാളത്തോട് ഞങ്ങളിവിടെ അപൂർവമായിട്ടാട്ടോ വരാറ്. അതുകൊണ്ട് ഞങ്ങൾക്ക് റൂട്ട് ഇതിലൊക്കെ നോക്കിയാ ഞങ്ങൾ പോനെ പലരോടും ചോദിച്ചൊക്കെ. തൃശ്ശൂർ ജില്ലയായിട്ട് കടന്നൂട്ടാ നമ്മള്. അത് നമ്മള് പറഞ്ഞില്ലായിരുന്നു. നമ്മുടെ ടോള് കഴിഞ്ഞപ്പോ ഏകദേശം അണ്ടർസ്റ്റുഡ് ആണത്. ഞങ്ങളുടെ ഒരു ഹസ്ബൻഡിന്റെ പെങ്ങളുടെ മോള് കഴിഞ്ഞ വർഷം ഇന്ന ദിവസം മരിച്ചായിരുന്നു. അപ്പൊ ആണ്ട്
പ്രമാണിച്ച് ഞങ്ങൾ ലൂർദ് പള്ളിയിലേക്കാണ് വന്നത്. എന്നിട്ട് പള്ളിയിലെ ചടങ്ങുകൾ കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ ഉച്ചഭക്ഷണവും കഴിഞ്ഞ് ഞങ്ങൾ പിരിയും കേട്ടോ. വളരെ യഥായിട്ടിരുന്നപ്പോൾ പോയ ആളാണ് ഞങ്ങളെ വിട്ട്. 1 വർഷം തികഞ്ഞു. അപ്പം അതിന് വരുവാണ് ഞങ്ങളിന്ന്. ശരി എന്നാ. ഇനി 2 കിലോമീറ്റർ കൂടെ ഉണ്ടെന്നാണ് അറിവ്. മണി 11:15. പല പല പള്ളികളും കാണുന്നുണ്ടല്ലേ? അതെ, തൃശ്ശൂര് കാത്തലിക് സെന്റർ ആണ്. പള്ളികൾ റോമൻ കാത്തലിക് ഏരിയ അല്ലേ? പണ്ടൊരു ബിഷപ്പ് ഉണ്ടായിരുന്നു, ബിഷപ്പ് കുണ്ടുകുളം, വലിയ പ്രശസ്തനായിരുന്നു. അത് ശരി. കരുണാകരന്റെ ഒക്കെ വലിയ ഇവിടെയും പൊളിക്കാവ്. നമ്മുടെ പൊളിക്കാവ് എന്തെന്നറിയാമോ? നമ്മുടെ പള്ളിയിലേക്ക് കട്ട് ചെയ്ത് കേറാമോ? അങ്ങനെ നമ്മള് ലൂർദ് പള്ളി എത്തിയിരിക്കുകയാണ്. റൈറ്റ് സൈഡിലും ഉണ്ടോ കേട്ടോ? റൈറ്റ് നമ്മളെത്തിട്ടോ, സ്ഥലം എത്തി. നമ്മളൊരു കൺഫ്യൂഷൻ ഇല്ലാതെ പക്ഷെ എത്തി. ഇത് മെയിൻ സിറ്റി തന്നെയല്ലേ? അപ്പൊ ഒരു പ്രശ്നമില്ല. അവിടെ നിന്നുള്ള വഴിയായതുകൊണ്ടായിരിക്കും അവിടെ നിന്ന് തിരിയലല്ലേ. ചീപ്പ് എന്റെ വേണ്ടല്ലോ നിനക്ക്? ഒന്ന് വേണ്ടി വരും. ഞാൻ അതെല്ലാം ആദ്യം ചോദിച്ചത്. ബാഗിലങ്ങ് വെച്ചോ. പിന്നെ അതൊന്നും ബാഗിൽ സർവത്രവും സൂര്യൊന്നും ഇടാൻ പറ്റില്ല. സ്ഥലം ഉണ്ടല്ലോ. ബാഗല്ല എടുക്കണത്. ബാഗ് എടുക്കണില്ലേ? നോക്കിയാ അവിടെ സ്പേസ് ഉണ്ടോ? ഉണ്ട് ഇഷ്ടം പോലെ. മിറർ ശരിക്കും വെച്ചുവിടാം. ട്രീയുടെ ഒരുക്കാണ് കേട്ടോ അത്, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള. ട്രീയുടെ ഒരുക്കം കണ്ടോ? അത് എന്ത് ബിഗ്ഗല്ലേ. പിടിച്ചോ. അല്ല, അമ്മ പിടിച്ചോ, അമ്മയും ചൂടില്ല. ഇത് പിടിച്ചോളാം. നല്ല വെയിലായതുകൊണ്ടാട്ടെ. ഇതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രിയങ്കരിയായ എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ കാണാമറയത്തേക്ക് പറന്നകന്നുപോയ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജെയിൻ ചേച്ചി. പള്ളിക്കകത്തും അതുപോലെ തുടർന്ന് സിമിട്രിയിലും ചടങ്ങുകളുണ്ടായിരുന്നേ. അതേ തുടർന്ന് ജെയിൻ ചേച്ചിയെക്കുറിച്ചുള്ള ചെറിയൊരു മെമ്മറി റിക്കളക്റ്റിംഗ് പോലൊരു ചടങ്ങും തുടർന്ന് ഫുഡും അങ്ങനെയായിരുന്നു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ജെയിൻ ചേച്ചി ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് അവിടെ വന്ന പലരും വളരെ സ്നേഹത്തോടെയും എന്നാൽ ഇപ്പോൾ അതിലുപരി ദുഃഖത്തോടെയും പറയുകയുണ്ടായി. അപ്പയും കുറച്ചു നേരം ജെയിൻ ചേച്ചിയെക്കുറിച്ചുള്ള മധുരമുള്ള ആ ഓർമ്മകൾ പങ്കുവെക്കുകയുണ്ടായി. അതിൻ്റെ ചില പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. നന്ദിയോടെ ഓർക്കേണ്ട ജെയിൻ്റെ ജീവിതത്തെ സ്പർശിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട്. ജെയിൻ്റെ മമ്മിയുടെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ മകനാണ്. ജെയിൻ്റെ മമ്മിയുടെ വീട്ടിൽ തൊട്ട അടുത്ത് തന്നെയുള്ള വീടാണ് എൻ്റേത്. നമ്മളെല്ലാവരും ഈ ഒരു ആനിവേഴ്സറി, 10th ആനിവേഴ്സറിയിൽ ഇവിടെ കൂടുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ജെയിൻ ഇത്ര വേഗം നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടായിരുന്നു. കാരണം ജെയിനുമായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ബന്ധം അത്രമാത്രം ഹൃദ്യമായിരുന്നു. എനിക്കൊക്കെ വ്യക്തിപരമായി പറഞ്ഞാൽ ജെയിൻ പിറന്നു വീണ സമയത്ത് തന്നെ ഞാൻ ജെയിനെ കാണുന്നു. ജെയിനെ മാത്രമല്ല ഷെറിനെയും ജാസ്മിനെയും എല്ലാവരെയും ഞാൻ കാണുന്നു. കാരണം അമ്മ അവിടെയാണ്, മന്ദിരത്തിലാണ് പ്രസവിച്ച് കിടന്നത്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് അവരുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം. കളിയും ചിരിയും സന്തോഷവും മറ്റുമായിട്ട് നമ്മൾ ആ ദിവസങ്ങൾ വളരെ ഭംഗിയായി കടന്നു പോയത് ഞാൻ എപ്പോഴും ഓർക്കുന്നു. മധ്യവേനൽ അവധിയൊക്കെ വന്നു കഴിഞ്ഞാൽ, അതുപോലെ ക്രിസ്മസ് അവധി, ഓണാവധിയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് വരും, മന്ദിരത്തിൽ വരും. അവിടെ കുറച്ച് ദിവസം നിന്നതിന് ശേഷമാണ് അളിയൻ്റെ ഇവരുടെ പപ്പായുടെ മണിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഒരു ഉത്സവ പ്രതീതിയാണ്. കാരണം ഈ കുട്ടികളെ നമുക്കറിയാം, ഇവരെല്ലാവരും കായിക രംഗത്തൊക്കെ വളരെയേറെ ആക്റ്റീവാണ്. അപ്പോൾ ഡാൻസും പാട്ടും
അതുപോലെ തന്നെ മിമിക്രിയും മോണോ ആക്റ്റും ഒക്കെ ആയിട്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്നത് വളരെ രസകരമാണ്. ഈ ജയിൻ്റെയൊക്കെ മമ്മിയുടെ വീട് 4 ചുറ്റും നടുമിറ്റുമൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ ജയിൻ്റെ മമ്മിക്ക് 4 സഹോദരിമാരുണ്ട്, ജയിൻ്റെ മമ്മിക്ക് ഒരു സഹോദരനുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കുട്ടികൾ കൂടി ചേർന്ന് ഉള്ള ഒരു ഉത്സവമാണ്. അപ്പോൾ ഈ 4 കെട്ടിൻ്റെ മുകളിൽ മരങ്ങൾ പാകിയ മച്ചുണ്ട്. അവിടെ നിരത്തി ബെഡിട്ട് എല്ലാവരും അവിടെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഉറങ്ങുമ്പോൾ കഥകൾ പറഞ്ഞു ഈ പറഞ്ഞ മാതിരി പാട്ട് പാടിയും ആ രസകരമായ ആ ഒരു ബാല്യം അവരെ ആഘോഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. അതിനുശേഷം ജെയിൻ ഉയർന്ന പഠനങ്ങളിലേക്ക് പോയി, കല്യാണം കഴിഞ്ഞു, ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ നിന്നും അവധിക്ക് വരുമ്പോഴെല്ലാം ഞങ്ങളെല്ലാവരെയും കാണാനായിട്ട് ജെയിൻ വരാറുണ്ട്. കൈ നിറച്ച് മധുരവുമായിട്ടാണ് വരുന്നത്. ഈ നവ്യ എന്ന ബേക്കറി തന്നെ പോപ്പുലർ ആയത് എനിക്ക് തോന്നുന്നത് ജെയിനിലൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജെയിൻ വരുമ്പോഴൊക്കെ നവ്യയുടെ കേക്ക്, നവ്യയുടെ ലഡു, ജിലേബി, അതുപോലെ തന്നെ മറ്റു മധുര സാധനങ്ങളാണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾക്കത് വളരെ ഹൃദ്യമാണ്. ഞങ്ങളെ കണ്ടത് തീറ്റിക്കുകയും ചെയ്യും നിർബന്ധിച്ച്. അത്രയ്ക്ക് സ്നേഹമായിട്ടായിരുന്നു ജെയിൻ ഈ ഓരോ അവധിക്കാലവും ഞങ്ങളോടൊത്ത് ചെലവഴിച്ചിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ജെയിൻ്റെ മാതാവ് രോഗത്തിലേക്കായി. അപ്പോൾ രോഗമായിട്ട് വരുന്ന അവസരങ്ങളിലൊക്കെ ജെയിനാണ് അതിൻ്റെ ശുശ്രൂഷകൾക്കായിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. മറ്റ് 2 സഹോദരിമാരും ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ ജെയിൻ എല്ലാ പ്രാവശ്യവും ഈ അസുഖത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ജെയിൻ ഉടനെ അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് വന്ന് അതിന് വേണ്ടതായ ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നതിനായിട്ട് എല്ലാ ലീഡർഷിപ്പും കൊടുക്കാറുണ്ട്. അത് ആ മാതാവിന് പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്നു ഇരുന്നും കിടന്നുമായിട്ട് ഏതാണ്ട് ഒരു 4-5 വർഷം ആ മാതാവ് രോഗിയായിട്ട് ഇരുന്നിരുന്നു. ആ അവസരങ്ങളിലൊക്കെ കിട്ടേണ്ട എല്ലാ വാത്സല്യങ്ങളും, എല്ലാ ആതുര ശുശ്രൂഷകളും ഈ കാലത്ത് അന്യമായിക്കൊണ്ടിരിക്കുന്ന ആ മാതാവിനോടുള്ള സ്നേഹം, പിതാവിനോടുള്ള സ്നേഹമൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇത് നിറഞ്ഞ മനസ്സോടെ ആ സർവീസ് ചെയ്യാനായിട്ട് ജെയിൻ കാണിച്ച ആ ഒരു താല്പര്യം നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ അവസരത്തിൽ തന്നെ സീനിയർ വിമൻ്റെ ബാഡ്മിൻ്റനാണെന്ന് തോന്നുന്നു അതിന് സംസ്ഥാന തലത്തിൻ്റെ ചാമ്പ്യനാവുകയും ദേശീയ ചാമ്പ്യനിന് വേണ്ടി പരിശ്രമിക്കണമെന്ന് എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞതും ഞാൻ ഓർക്കുന്നു. പിന്നീടാണ് ഈ പറഞ്ഞ മാതിരി ജെയിൻ്റെ മരണവും അതുപോലെയുള്ള കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ആ മാതാവിന് പ്രിയപ്പെട്ട ഒരു മകളായിരുന്നു. ശരിക്കും കുട്ടികൾക്കും പ്രിയപ്പെട്ട ഭാര്യയും അമ്മയുമായിരുന്നു. സഹോദരിമാർക്ക് പ്രിയപ്പെട്ട സഹോദരിയായിരുന്നു. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇത്രയേറെ പ്രിയപ്പെട്ട ഒരാളെ ദൈവം പ്രിയപ്പെട്ടതായി തോന്നിയതിന് അത്ഭുതപ്പെടാനില്ല. പക്ഷേ നമ്മുടെ മുതിർന്നവർ പറയും ദൈവത്തിന് പ്രിയപ്പെട്ടവരെയാണ് ദൈവം ആദ്യം വിളിക്കുന്നതെന്ന്. ഒരു പക്ഷേ ആയിരിക്കാം ജെയിനെ നേരത്തെ തന്നെ നമ്മളിൽ നിന്ന് വിളിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാലും ദൈവത്തോട് ആ കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷകളുണ്ട്. കാരണം ഇത്ര നേരത്തെ ജെയിനെ വിളിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണല്ലോ കൂടുതലായിട്ട് നമ്മൾ നടപ്പിലാക്കേണ്ടത്. എനിവേ നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം ആ മരിച്ചുപോയ ജെയിന് വേണ്ടി എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ജെയിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേടുകയും ചെയ്യുന്നു. അതേ തുടർന്ന് ഇലയിട്ട് നല്ലൊരു വെജിറ്റേറിയൻ ഊണായിരുന്നേ. ക്രിസ്മസിനോടനുബന്ധിച്ച സമയം ആയതുകൊണ്ട് അതുകൊണ്ടാണ് വെജിറ്റേറിയൻ സദ്യ അറേഞ്ച് ചെയ്തത്. കാരണം അന്നേരമൊക്കെ നൊയമ്പിൻ്റെ ടൈം അല്ലായിരുന്നോ. അപ്പോൾ അത് കാരണം അപൂർവമായിട്ടാണ് തൃശ്ശൂർ സദ്യ കഴിക്കാനായിട്ടുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും കേട്ടോ. ഞങ്ങൾ അങ്ങനെ അധികം എന്നല്ല തൃശ്ശൂർ സദ്യ, വെജിറ്റേറിയൻ സദ്യ കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കൗതുകത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ആ ചാൻസ് യൂസ് ചെയ്തത്. ഏറെ ഡിഫറൻസുകൾ ഫീൽ ചെയ്തിട്ടുള്ള ഒരു സദ്യയായിരുന്നു. എസ്പെഷ്യലി ആ വലിയ പപ്പടമൊക്കെ നല്ല രസമുണ്ട്. അതിങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ആ പപ്പടം നമ്മൾ വേറെ ഏതെങ്കിലും കറികളുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ശരിക്കും എടുത്ത് കാണാനുണ്ട്. അതുപോലെ കറികളുടെ കൂട്ട് ഒക്കെ ഒരുപാട് പ്രത്യേകതകൾ ഞങ്ങൾക്ക് തോന്നിയ ഒരു സദ്യയായിരുന്നു. ഇത് ചേന വറുത്താന്ന് തോന്നുന്നു കേട്ടോ.
മൊത്തത്തിലൊരു തൃശ്ശൂർ വൈബാണ് കേട്ടോ. തൃശ്ശൂർ എത്തിയാൽ പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാം തൃശ്ശൂർ രുചികളാണ്. നാരങ്ങ എന്താണാവോ കറി, മെഴുക്കുവരട്ടിയ, എല്ലാം തൃശ്ശൂർ രുചികളാണ്. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ വന്നാൽ തൃശ്ശൂർ രുചിയാണ്. കാളനും തൃശ്ശൂർ രുചിയാ. നമ്മളാദ്യമായിട്ടല്ലേ തൃശ്ശൂർ കാളൻ. നമ്മൾ തൃശ്ശൂർ വന്നിട്ട് വെജ് സദ്യ കഴിച്ചിട്ടില്ല അല്ലേ? അല്ല, തൃശ്ശൂർ വന്ന് സദ്യ കഴിച്ചിട്ടില്ല. ജയിൻ്റെ റോബിൻ്റെ കല്യാണത്തിന് കഴിച്ചു. ജയിൻ്റെ തൃശ്ശൂർ ടേസ്റ്റ് അറിയടാ. ജയിൻ്റെ ജാസ്മിൻ്റെ ഒക്കെ കല്യാണം, റോബിൻ്റെ കല്യാണം, ഇതൊക്കെ തന്നെ അങ്ങ് ഒഴിക്കുക. എത്ര കൂട്ടം ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 കൂട്ടം ഉണ്ട് കേട്ടോ. തീ ചേർത്തു, അല്ല പപ്പടം ചേർത്തില്ല. 18 സാമ്പാർ വേണുണ്ട്. കുറച്ച് മതി, കുറച്ച് മതി. അപ്പോൾ എത്രയായി? അവസാനം പായസം 2 കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു പാലട ഫാൻ ആയതുകൊണ്ട് ഞാൻ പാലടയാണ് എടുത്തത്. ഇക്കുറി ഞാൻ പാലടയും പപ്പടവുമാണ് കേട്ടോ മിക്സ് ചെയ്ത് കഴിച്ചത്. പഴം ചേർത്തില്ല. കാരണം പപ്പടം, പഴം, പായസം ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്നത് ശർക്കര പായസത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ പാലട ഞാൻ 2 ഗ്ലാസ് എടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ പപ്പടം ചേർത്ത് നന്നായിട്ട് അങ്ങ് കഴിക്കുകയാണ്. നല്ല ലവ്വിങ് ആയിരുന്നു ആ ഒരു മൊമെൻറ്റ്. ഐസ്ക്രീമും ഉണ്ടായിരുന്നേ. ആദ്യമായിട്ടാണ് ഞാൻ ക്യാമറയുടെ സ്ട്രോബെറി ചീസ് ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓഹ്, ഇറ്റ് വാസ് ഓസം. ബിക്കോസ് ആ ഒരു ചീസിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഐസ്ക്രീമുമായിട്ട് ചേർന്നപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പയ്ക്ക് കൊടുത്തു. അപ്പയ്ക്കും വലിയ ഇഷ്ടമായി അത്. പിന്നെ ടെൻഡർ കോക്കനട്ടും ഞാൻ സൈഡിൽ ഇച്ചിരി എടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്കെല്ലാം നമ്മൾ ബന്ധുക്കളോടെല്ലാം ഒത്തിരി വിശേഷങ്ങൾ പങ്കുവെച്ചു, വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു കേട്ടോ. കാരണം ലോങ് ഡിസ്റ്റൻസ് ആണല്ലോ. ഏതാണ്ട് 125 കിലോമീറ്റർ എന്തോ ഉണ്ടെന്നാണ് അപ്പോൾ പറഞ്ഞത്. അപ്പോൾ തിരിച്ച് ഡ്രൈവ് ചെയ്യുന്നത് ഞാനായിരിക്കും. അതുകൊണ്ട് ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പം ഞങ്ങളൊരു ദീർഘയാത്ര കഴിഞ്ഞ് രാവിലെ 8 മണിക്ക് പോയി. തൃശ്ശൂർക്ക് പോണ വഴിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് ഞങ്ങൾ വൈകിട്ട് 7 മണിക്കാണ് വന്ന് കയറിയ. വേറൊന്നുമല്ല, 3 മണിക്ക് അവിടെ നിന്ന് ഓൾറെഡി പോകുന്നതാണ്. പക്ഷേ റോഡ് മുഴുവൻ ഇന്ന് ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് എത്ര മണിക്കൂർ ട്രാവലിംഗ് ആയിരുന്നു. അങ്ങ് പോയപ്പോൾ ഒരാൾ ഡ്രൈവർ ഇങ്ങനെ പോന്നപ്പോൾ വേറൊരാളുണ്ട്. ഞാൻ വന്നപ്പോഴായിരുന്നു, പക്ഷെ ബ്ലോക്കില് ക്ലച്ച് ചവിട്ടി. അപ്പം അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞു. പള്ളിയിലെ പരിപാടി എല്ലാം കഴിഞ്ഞു. വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. പിന്നെ എന്നെ എന്തു വന്നാലും നമ്മൾ തരണം ചെയ്യാതെ പറ്റൂലല്ലോ. അപ്പോൾ അവരുടെ മക്കളെ, ഹസ്ബൻഡ്, 2 സിസ്റ്റേഴ്സ്, അവരുടെ ഫാമിലി എല്ലാവരെയും കണ്ടു. ബന്ധുമിത്രാദികളെയൊക്കെ കണ്ടു. ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ. വെജിറ്റേറിയൻ മീലായിരുന്നു. പിന്നെ പോരാൻ സമയത്ത് എല്ലാവർക്കും അവളുടെ മെമ്മറിക്ക് വേണ്ടി ഒരു ബോക്സ് തന്നിട്ടുണ്ട്. തിരിയാന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ആ ബോക്സിൽ എനിക്കറിയില്ല, ഞങ്ങൾ തുറന്ന് നോക്കിയില്ല കേട്ടോ. അപ്പം ആ കയ്യിൽ തന്ന ബോക്സ് നിങ്ങളെ ഒന്ന് തുറന്ന് കാണിക്കാം. ഞങ്ങൾ ആദ്യമായിട്ട് തുറക്കുക. ഞങ്ങൾ തുറന്നില്ല, കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് തന്നു. ഒരു ഫാമിലിക്ക് ഒരെണ്ണം വെച്ച്. അപ്പോൾ അവിടെ അനൗൺസ്മെൻറ്റ് നടത്തിയായിരുന്നു. അവളുടെ ഇളയ അനിയത്തി ഇങ്ങനെ എല്ലാവർക്കും ഒരു മെമ്മറി ഉണ്ട്, അതൊരു തിരിയാന്നാണ് പറഞ്ഞത്. അവള് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ തിരിയെന്ന് പറഞ്ഞൊരു മൊമെന്റോ അല്ലേ. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ കെട്ടിയാ തന്നത്. ഇത് ഇങ്ങനെ നമുക്കൊന്ന് തുറക്കാം. അപ്പൊ ഇത് വൈറ്റ് അവര് നോക്കി നടന്നിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ ഇത് ഇടാനായിട്ടേ വൈറ്റ് കളറുള്ള ഇത് നോക്കി ഈ കളറാ കിട്ടിയോളെന്ന് പറഞ്ഞു. ദേ എടുക്കാം. എടുത്ത് ഗ്ലാസ് ആണല്ലോ കൊച്ചെ, എനിക്ക് പേടി ചെയ്തെടുക്കാൻ. എടുത്തോ, കുഴപ്പമില്ല. എന്താ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആയതുകൊണ്ടേ. ജെയിൻ ചേച്ചിയുടെ പടമൊക്കെ ഉള്ള ഒരു മെമ്മറി. വളരെ പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളായിരുന്നു ജെയിൻ ചേച്ചി. എന്ത് ചെയ്യാം, ഇനിയിപ്പോ പോയി. ദൈവത്തിന് പ്രിയപ്പെട്ട ആൾക്കാരെ വേഗം കൊണ്ടുപോകൂലോ. അതെ. അപ്പേ
ബാഡ്മിൻ്റൺ അല്ലായിരുന്നു, പുള്ളിക്കാരി ബാഡ്മിൻ്റൺ പ്ലെയർ ആയിരുന്നു. ലേറ്റസ്റ്റ് ഈ അസുഖം വരുന്നതിന് ഒരു 2 മാസം മുമ്പ് പുള്ളിക്കാരത്തിക്ക് നാഷണൽ ലെവലിൽ പോയി ചാമ്പ്യനായിട്ടോ എന്തോ സെലക്ട് ചെയ്തായിരുന്നു. പിന്നെ അടുത്ത ഇതിലേക്ക് പോകാൻ, ജപ്പാനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് വയറിനൊരു അസ്വസ്ഥത വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുമോ. ഖത്തറിലായിരുന്നു കേട്ടോ ആള്, എപ്പോഴും നാട്ടിലുണ്ടാവും. കൊച്ചങ്ങൾ സുഖമില്ലാതിരുന്നുണ്ട്, അമ്മ സുഖമില്ലാതിരിക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴും വന്ന് അന്വേഷിക്കാൻ. ഇവർ 3 പെൺമക്കളാണ് വീട്ടിൽ. അപ്പം മൂത്തയാളാണ്. ബാക്കി 2 പേരും എല്ലാവരും അന്വേഷിക്കാൻ വരുമെങ്കിലും പുള്ളിക്കാരി റെഗുലറായിട്ട് വന്നുകൊണ്ടിരുന്നു. മറ്റവർ 2 പേരും ജോലിയിലിരിക്കണവരാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണ്. അളിയൻ അങ്ങനെയായിരുന്നു അവരുടെ പപ്പ. അപ്പം അതിൻ്റെ 3 പെൺകുട്ടികളും ഒന്നിനൊന്നും എടുക്കരാണ്. അപ്പോൾ പുള്ളിക്കാരി അങ്ങനെ രോഗം അറിഞ്ഞ് കഷ്ടി സർജറിയൊക്കെ കഴിഞ്ഞ് 1 വർഷം ഇരുന്നോണം അവിടെ പോയി. അപ്പം ഇന്ന് ആണ്ട് കുർബാനയായിരുന്നു. അപ്പം അതിനെ അവിടെ നിന്ന് അവർ തന്നത്. അതെ പടം ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങളാ. അത്രേ ഉള്ളൂ. പോയി വന്ന് ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുക. ഞാൻ ഡ്രസ്സ് മാറി, ഇവരൊന്നും ഡ്രസ്സ് മാറിയില്ല. ഇത് തിരിയായിരിക്കും. തിരിയെന്നാ പറഞ്ഞൊരു ഫ്ലവറോട് കൂടി ഇല്ലേ, തിരിയാണത്. അടിയിൽ വൈറ്റ്. അപ്പൊ വൈറ്റും റെഡും കൂടെ കോമ്പിനേഷൻ ആയിട്ടാ വെച്ചിരിക്കുന്നത് തിരി അല്ലേ? അതെ 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 അതെ.